നമസ്കാരം ശ്രീ പി വി ഹർഷകുമാർ. നമസ്കാരം. ഈ ശശി തരൂര് ഏറെക്കാലമായിട്ട് തന്നെ കോൺഗ്രസിനൊരു വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. അവർക്ക് തള്ളാനും വയ്യ, എന്നാൽ ഒട്ട് കൊള്ളാനും വയ്യാത്ത സ്ഥിതിയിലാണ്. ഈ വളരെ തൻ്റെ ഇടത്തോടുകൂടി ഇങ്ങനെ ചില കാര്യങ്ങൾ ചോദിക്കുന്ന ഒരാൾ കോൺഗ്രസ്സിലുണ്ടല്ലോ എന്ന് നമ്മൾ അത്ഭുതം കൂറുകയാണ്. കോൺഗ്രസ്സിലെ കുടുംബവാഴ്ചയുടെ നേരെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. അത് ശരിക്കും നമുക്ക് ശശി തരൂരിനെ അക്കാര്യത്തിൽ അംഗീകരിച്ചു കൊടുത്തല്ലേ പറ്റുള്ളൂ. തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുന്നത് അതൊരു ജനാധിപത്യ പാർട്ടി എന്നാണ്. പക്ഷെ കോൺഗ്രസിൽ ഏതാണ്ട് നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷം ജനാധിപത്യവും മരിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ആ മരിച്ച ജനാധിപത്യത്തെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമോ എന്നൊരു പരീക്ഷണമാണോ ശശി തരൂർ നടന്നതിനെ സംബന്ധിച്ച് പല സംശയങ്ങളുണ്ട്. എന്തായാലും താങ്കൾ ചോദിച്ചതുപോലെ അദ്ദേഹം ഒരു ധൈര്യപൂർവമായ നടപടി, കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി നിന്നുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇപ്പോൾ ഏറ്റവും അവസാനം പ്രിയങ്ക ഗാന്ധിയുടെ 2 മക്കളെ കൂടി വയനാട്ടിൽ കൊണ്ട് പ്രദർശിപ്പിച്ചൊരു സംഭവം ഉണ്ടായി. ഇത്ര ദയനീയമായ ഒരു അധപ്പതനം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാലും എന്താ അദ്ദേഹം പറഞ്ഞത്? ഒരു പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ നയങ്ങൾ തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും പാരമ്പര്യമായി വരുന്ന ആളുകളല്ല, അതിലെ പ്രതിഭകളാണ് തീരുമാനിക്കേണ്ടത്. പ്രതിഭകൾക്ക് ഇപ്പോൾ ആ പാർട്ടി സ്ഥാനമില്ല. ഈ ഒരു കാലത്ത് കോൺഗ്രസ്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും കോൺഗ്രസിൽ ചില സംസ്ഥാനങ്ങളിൽ പ്രമുഖന്മാരുണ്ടായിരുന്നു. ആന്ധ്രയിൽ നോക്കിയ ബ്രഹ്മാനന്ദ റെഡ്ഡി, കേരളത്തിലൊരു പരിധി വരെ കരുണാകരൻ, ഒരു പരിധി കഴിഞ്ഞപ്പോൾ കരുണാകരൻ ദുർബലനായിപ്പോയി. അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ സിദ്ധാർത്ഥ ശങ്കറിനെ, അങ്ങനെ പിന്നെ ബീഹാറിൽ അബ്ദുൽ ഗഫൂർ, അങ്ങനെ ഒത്തിരി ആൾക്കാർ, മഹാരാഷ്ട്രയിൽ ഒക്കെ YB ചവാനും ഒക്കെ ഉള്ള, നരസിംഹറാവു ഒന്നും പക്ഷെ ആ ഗണത്തിൽപ്പെടുത്തുന്നതല്ല, തമിഴ്നാട്ടിലെ കാമരാജ്, അങ്ങനെയൊക്കെ ശക്തരായ നേതാക്കന്മാർ, പ്രാദേശികമായി വലിയ തലയെടുപ്പുള്ള നേതാക്കന്മാരുള്ള പാർട്ടിയായിരുന്നു കോൺഗ്രസ്. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ ഒരു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അതെല്ലാം നിഷ്പ്രഭമായി ഒരു പറ്റം അടിമകളുടെ പാർട്ടിയായത് മാറുകയും ചെയ്തു. അവിടെയാണ് ശശി തരൂർ കൃത്യമായി വിരൽ ചൂണ്ടുന്നത്. അടിമകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു കുടുംബത്തിലെ പരമ്പരാവകാശികളെ വാഴിക്കുന്ന ഒരു ജനാധിപത്യത്തെ, അത് ജനാധിപത്യമായി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന വളരെ. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു, രാഹുൽ ഗാന്ധി മത്സരിച്ചതിന് ശേഷം അവിടെ കൊണ്ട് സഹോദരിയെ നിർത്തുന്നു. ഇപ്പം സഹോദരി ഈ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് സഹോദരിയുടെ ഒരു മോളെയും മോനെയും കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. അടുത്ത അതിൻ്റെ അനന്തരാവകാശികളായി വരാനുള്ള സൂചനയാണ്. കോൺഗ്രസ്സുകാർക്കല്ലാതെ ആരെയാണ് ഒരു നേതാവായി നാളെ തിരഞ്ഞെടുക്കാൻ കഴിയുക? ഇടയ്ക്കൊരു സീതാറാം കേസരിയെ കൊണ്ടുവച്ചു. ആ മനുഷ്യനെ സോണിയാഗാന്ധി അവഹേളിച്ച് അതിൽ നിന്ന് ചാടിച്ചു. ഇപ്പോൾ മല്ലികാർജുന ഖാർഗെ എന്ന് പറഞ്ഞ ആൾ, എന്തെങ്കിലും റോൾ അതിനകത്ത് അദ്ദേഹത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കും താങ്കൾക്കും അറിയാം. ഒരു പാവ, അവർ പറയുന്നതനുസരിച്ച് ഒപ്പിടാനിരിക്കുന്ന ഒരു പാവ, അല്ലെങ്കിൽ അതനുസരിച്ച് തുള്ളാൻ നിൽക്കുന്ന ഒരു പാവയും തന്നെ എഴുതി കൊടുക്കുന്ന വായിക്കുന്ന ഒരു പാവ. അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യങ്ങൾ. ഇത് നമ്മുടെ രാജ്യത്തെ പാർട്ടികൾക്കകത്തെ ജനാധിപത്യ പ്രക്രിയയെ ഉത്തേജിപ്പിക്കാൻ ശശി തരൂരിൻ്റെ ഈ പ്രയോഗങ്ങൾക്ക് കഴിയുമെങ്കിൽ അതൊരു പുതിയ പോസിറ്റീവ് ആശയമായി, അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു ചിന്താഗതിയായി മാറും. അതാണ്. അല്ല, അങ്ങനെ വരികയാണെങ്കിൽ ഇനിയിപ്പോൾ തരൂരിനെ ഇവർ കൊണ്ടു നടക്കൂ? അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. കാരണം തരൂർ പറയുന്നൊരു വിഷയം എന്താ? ജനാധിപത്യം എന്ന് പറയുന്ന ആ പാർട്ടിക്കകത്തില്ല. ആ പാർട്ടിയുടെ KPC അഖിലേന്ത്യാ ഭാരവാഹിയെ നിശ്ചയിക്കുന്ന ആരാ? സോണിയാഗാന്ധിയും അടുക്കള ക്യാബിനറ്റിലെ മക്കളും അടുക്കള ക്യാബിനറ്റിലെ കുറേ ആളുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഉപജാപം തീരുമാനിക്കുന്നു. ഇന്ന ആൾ AICC പ്രസിഡന്റ്. അതേപോലെ തന്നെ AICCയുടെ മറ്റു ഭാരവാഹികളെ അവരുടെ അടുക്കള ക്യാബിനറ്റ് തീരുമാനിക്കുന്നു. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷന്മാരെ അവർ ഇഷ്ടമുള്ളവരെ തീരുമാനിക്കുന്നു. ഏതെങ്കിലും ഒരു താഴെയുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകന്, അവരുടെ അതിന് മുകളിലോട്ടുള്ള താഴെ ബൂത്ത് തലത്തിലുള്ളൊരു കോൺഗ്രസ് പ്രവർത്തകന് ആ ബൂത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല. നോമിനേഷനാണ്. ആ മണ്ഡലം പ്രസിഡന്റ് നോമിനേഷൻ, മണ്ഡല സെക്രട്ടറിമാരുടെ നോമിനേഷൻ, ബ്ലോക്ക് പ്രസിഡന്റ് നോമിനേഷൻ, DCC നോമിനേഷൻ, KPCC നോമിനേഷൻ. എന്തൊരു പാർട്ടിയാണിത്? എന്ത് ജനാധിപത്യം ഇതിനകത്ത്? ആ ജനാധിപത്യം ഇല്ലായ്മയാണ് ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ശശി തരൂർ ചോദ്യം ചെയ്ത്. ഇത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിലെ അടിമക്കൂട്ടങ്ങൾ അമ്പരന്ന് നിൽക്കുന്നു. അവർക്ക് ദഹിക്കാവുന്നതല്ല. ശശി തരൂർ ആ തരത്തിൽ പറഞ്ഞാൽ ഒരു വലിയ സ്റ്റേറ്റ്സ്മാൻ തന്നെയാണ്, സംശയമില്ലാത്ത കാര്യം. മുമ്പ് നമുക്കറിയാവുന്നതാണ്, ശശി തരൂരും ഒരു സംഘം, 23 അംഗ സംഘം
ഉണ്ടായി. ഒരു ജിഞ്ചർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോലെ ഒരു ഗ്രൂപ്പ് അതിനകത്ത് രൂപപ്പെട്ടിരുന്നു. പക്ഷെ അവരെല്ലാം പിന്നീട് അങ്ങ് പല വഴിക്ക് പോയി. അതെല്ലാം കുറെ പേര് ഇതിൽ നിന്ന് പോയി. ഗുലാം നബി ആസാദിനെ പോലുള്ള കുറെ ആളുകൾ ഇതിൽ നിന്ന് പോയി. മനീഷ് തീവ അങ്ങനെ കുറെ ആളുകൾ ഇതിൽ നിന്ന് പോയി. പക്ഷേ ശശി തരൂർ ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആ ഒരു ഫൈറ്റ് തുടർന്നു. അദ്ദേഹത്തിൻ്റെ ആ നീക്കം, അദ്ദേഹത്തെ ഇതിനകത്തിലെ ഉപജാപകരെല്ലാം BJP ഏജന്റ് എന്ന് വിളിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം BJP ഏജന്റ് അല്ല. ആ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ ജനാധിപത്യമില്ലായ്മയും അതിനകത്തിലെ പിന്നെ ഈ ഏകാധിപത്യ വാഴ്ചയും ചെറുക്കുന്ന ഒരു പോരാളിയായിട്ടാണ് ഞാൻ ശശി തരൂരിനെ ഇപ്പം കാണുന്നത്. എനിക്ക് തോന്നുന്നു BJP-യിൽ പോകണമായിരുന്നുവെങ്കിൽ അതിനുള്ള സമയം കഴിഞ്ഞു. എത്രയോ അവസരങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ അവസരങ്ങളൊന്നും അദ്ദേഹം പോയില്ല. അദ്ദേഹം അത് ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ആളുകൾക്കോ ഈ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട്. ഇപ്പോഴും സത്യത്തിൽ മാധ്യമ പരിലാളനയും മാത്രമാണ് കോൺഗ്രസ് ജീവിക്കുന്നത്. അല്ലാതെ കോൺഗ്രസ് ഈ രാജ്യത്ത് എന്തെങ്കിലും ചെയ്തിട്ടല്ല കോൺഗ്രസിൻ്റെ ഈ ജീവിതം ഇപ്പോൾ നിൽക്കുന്നത്. മാധ്യമ പരിലാളനം കൊണ്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെ കുറേ ആളുകൾക്ക് പിടിക്കുന്നില്ല ശശി തരൂരിനെ എന്നല്ലാതെ അദ്ദേഹം ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തെ കാണാതെ പോകാൻ കഴിയില്ല. ഈ ശശി തരൂരിൻ്റെ ഈ പ്രസ്താവന ഇപ്പം ഇനി വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പിൽ ഇത് കേരളത്തിൽ ബാധിക്കും കോൺഗ്രസിനെ? സംശയമില്ലാത്ത കാര്യം. കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ ഭാവി ഏതാണ്ട് അടയുകയാണ്. എന്താ ശശി തരൂർ ഒരു കാര്യം കൂടി പറഞ്ഞതെന്താ? കേരളത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് അതിദരിദ്ര വിമുക്തമായി പ്രഖ്യാപിച്ചപ്പം അതിനെ കാണാതെ പോയ KPCC-യെയും പ്രതിപക്ഷ നേതാവിനെയും ശശി തരൂർ നല്ല ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നാട് മാറി വരുമ്പോൾ അതിനെ അംഗീകരിക്കാതെ മാറി നിൽക്കുന്ന നമ്മുടെ സമീപനത്തെ ജനങ്ങൾ തള്ളിക്കളയുന്നു അദ്ദേഹം പറഞ്ഞു. അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിന് എനിക്ക് തോന്നുന്നില്ല ഇനി ശശി തരൂരിനെ അത്ര മുമ്പോട്ട് ഇനി ഇവർ കൊണ്ടുപോകുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നു. ശശി തരൂരിനെ ഉൾക്കൊള്ളാനുള്ള മാനസിക വലിപ്പം കോൺഗ്രസിന് ഒരിക്കലും ഇല്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയില്ല. അന്ന് എങ്ങനെയോ അതൊക്കെ പറ്റിപ്പോയി എന്നല്ലാതെ ഇനി അതിനെ ശശി തരൂരിനെ ഉൾക്കൊള്ളാൻ ഒരു മാനസിക വലിപ്പത്തിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ വരുന്നില്ല. ശശി തരൂർ ചിന്തിക്കുന്ന ചിന്താഗതിയും കോൺഗ്രസിലെ അടിമക്കൂട്ടം ചിന്തിക്കുന്ന ചിന്താഗതിയും രണ്ടാണ്. ശശി തരൂർ വിശാല ജനാധിപത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മറ്റവർ അടിമത്ത മനോഭാവത്തിൽ മാത്രം ചിന്തിക്കുന്നു. അവർക്ക് രാജ്മോഹനെ തന്നെ പോലുള്ളവർ ശശി തരൂരിനെ, അതുപോലെ K മുരളീധരനെ പോലുള്ളവരൊക്കെ ദിവസവും തെറിവിളി. ഈ മുരളീധരൻ ഒരിക്കൽ അലൂമിനിയം പട്ടേലെന്നും അതേപോലെ തന്നെ ഇറ്റാലിയൻ ഗാന്ധി സോണിയാഗാന്ധിയെ പറ്റി ഒരു പ്രയോഗം നടത്തിയിരുന്നു. അദ്ദേഹത്തെ മോശപ്പെട്ട പ്രയോഗം നടത്തി വെച്ച് തിരിച്ച് വന്ന് അടിമയെ പോലെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർക്കാർക്കും ശശി തരൂരിനെ ദഹിക്കില്ല. അതേസമയം ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്നവർ, ജനാധിപത്യവാദികൾ, രാഷ്ട്രീയ പാർട്ടികളിൽ ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്നവർ ശശി തരൂരിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂരിന് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ലോകത്തൊരു മേൽവിലാസമുള്ള സംശയം ഒരു സ്റ്റേറ്റ്സ്മാനാണ് അദ്ദേഹം. അതെ, ഒരു വലിയ രാഷ്ട്രതന്ത്രജ്ഞനാണ് അദ്ദേഹം. നമ്മുടെ നാടിൻ്റെ അഭിമാനം ഐക്യരാഷ്ട്രസഭയിലേക്ക് ഉയർത്തി അദ്ദേഹം പോയി നിൽക്കുന്ന പാർട്ടിയുടെ ഒരു പോരായ്മ ഒഴിച്ചാൽ അദ്ദേഹത്തിന് വേറെ വലിയ അംഗീകാരമുള്ള ആൾ തന്നെയാണ്. അല്ല, ഇപ്പം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും തരൂരിന് കേരളത്തിൽ ചില ചുമതലയൊക്കെ ഏൽപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ ആ ഏൽപ്പിക്കുന്നതൊന്നും കാര്യമായൊരു ചുമതലയിലേക്ക് വരുന്നില്ല. ഈ കോൺഗ്രസിനകത്തെ 4ാം കിട 5ാം കിട നേതാക്കന്മാരുടെ താഴെയാണ് ഇപ്പോഴും ശശി തരൂരിനെ അവരുടെ പാർട്ടി പരിഗണിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും കാണാതെ പോകാൻ പറ്റില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ അബദ്ധവും. അത്രയേ ഉള്ളൂ. കാരണം അവർക്ക് ആ 4ാം കിട 5ാം കിടയ്ക്ക് മുകളിലേക്ക് ഒരാളിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ ഈ അടിമ സമാനമായ ചിന്താഗതി ഉള്ളിടത്ത് അതിൽ കൂടുതൽ പറ്റുന്നില്ല അവർക്ക്. അത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.